ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നല്ല വിശേഷങ്ങൾ. സുഖമായിട്ട് പോകുന്നു. നിങ്ങൾ സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് ഓഫീസ് കഴിഞ്ഞ് ഞാൻ ഇറങ്ങാൻ പോവാം. ഇന്ന് ഓഫീസ് കഴിഞ്ഞ് നേരെ സിറ്റി സെൻറ്ററിലേക്ക് പോകാമെന്ന് വിചാരിച്ച് പിന്നെ വെച്ച് വീഡിയോസൊക്കെ എടുക്കാം, നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം, ഒന്നിച്ച് പോകാൻ കരുതി. കമ്പനി ട്രാൻസ്പോർട്ടേഷനിലാണ് ഞാൻ പോകുന്നത്. ഞാൻ പോയി എൻ്റെ ഫ്രണ്ടുമായിട്ടാണ് പോകുന്നത്. അപ്പോൾ അവൾ എന്നെ പിക്ക് ചെയ്യാൻ വരും. ഞങ്ങളുടെ ഒരു മീറ്റിംഗ് പോയിൻ്റ് ഉണ്ട്, അവിടെ വെച്ചിട്ടാണ് ഞങ്ങൾ മീറ്റ് ചെയ്യുന്നത്. ഒരു നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റാണ് ഞങ്ങളുടെ മീറ്റിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത്. ഞങ്ങൾ കൂടുതൽ സമയം ഗോസിപ്പ് പറയാനിരിക്കുന്ന സ്ഥലമാണ് അത്. അങ്ങനെ ഞാൻ അങ്ങോട്ട് പോവാണ്. ബസ് അവിടെ നിർത്തിത്തരും, അവിടെ ഇറങ്ങിയാൽ മതി എനിക്ക്. അങ്ങനെ ഞാൻ അവിടെ എത്തി. അവളെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി അവളെ കോൾ ചെയ്തപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, നീ വെയിറ്റ് ചെയ്യൂ, ഞാൻ ട്രാഫിക്കിലാണ് വന്നുകൊണ്ടിരിക്കുകയെന്നാണ്. അങ്ങനെ ഞാൻ അവിടെ എത്തി. ഞാനൊരു ബ്ലാക്ക് ടീ ഓർഡർ ചെയ്തു. എനിക്ക് ബ്ലാക്ക് ടീക്കകത്ത് പഞ്ചസാര ഇല്ലാതെ കുടിക്കാനാണ് ഇഷ്ടം കേട്ടോ, പക്ഷേ അതിലെനിക്കൊരു മിൻറ്റ് ലീഫ് വേണം. അങ്ങനെ ഞാൻ ഓർഡർ ചെയ്ത ബ്ലാക്ക് ടീ വന്നപ്പോൾ അതിൻ്റെ അകത്ത് മിൻറ്റ് ലീഫ് ഇല്ല. ഞാൻ അവരോട് ചോദിച്ചു, എനിക്ക് മിൻറ്റ് ലീഫ് താന്ന് പറഞ്ഞ് അവരെനിക്ക് എക്സ്ട്രാ മിൻറ്റ് ലീഫ് കൊണ്ടു തന്നതായി കാണുന്നത്. അങ്ങനെ ഞാൻ അതും കുടിച്ച് കുറച്ച് നേരം റീലൊക്കെ വാച്ച് ചെയ്തിരുന്നപ്പോഴത്തേക്ക് അവൾ എന്നെ വിളിച്ചു. അങ്ങനെ അവൾ വന്നു. ഇതാണ് എൻ്റെ പ്രോമാക്സ് ഡ്രൈവർ. കാരണം ഞങ്ങളുടെ ഡ്രൈവിംഗ് സ്കിൽസ് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ഞങ്ങളെ തന്നെ ട്രോളുന്നൊരു വാക്കാണ് പ്രോമാക്സ് ഡ്രൈവേഴ്സ് എന്ന്. പിന്നെ ഞങ്ങൾ എക്സിറ്റ് ഒന്നും മിസ്സാവാതെ ഫൈനലി ദേര സിറ്റി സെൻറ്ററിലെത്തി. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് നേരെ ചെന്ന് കയറുന്നത് സാറയുടെ ഷോറൂമിലേക്കായിരുന്നു. എന്തെങ്കിലും ഓഫർ ഉണ്ടോ എന്ന് നോക്കാമെന്ന് കയറിയപ്പോൾ ഇത് അവിടെ ഓഫർ കിടക്കുന്നു. ഒരുപാട് കളക്ഷൻസ് ഒന്നുമില്ല, പക്ഷേ ഉള്ള കളക്ഷൻസൊക്കെ നല്ലതാണ്. ലേഡീസിന് മീഡിയം സൈസ് കുറച്ച് കുറവാണ്. മീഡിയം സൈസുള്ള ലേഡീസ് ആണെങ്കിൽ ടോപ്സൊക്കെ നല്ലത് കിടപ്പുണ്ട്. മീഡിയം സൈസ് കുറച്ച് കുറവാണ്. പിന്നെ ലാർജ് എക്സൽ അങ്ങനത്തെ സൈസൊക്കെ കൂടുതലുണ്ട്. ജീൻസിനായാലും നല്ല സെലക്ഷൻ അവിടെ ഉണ്ട്. ജീൻസിൻ്റെ സെലക്ഷൻ വെച്ചിട്ട് ബിഗ് സൈസാണ് കൂടുതലുള്ളത്. മീഡിയം സൈസുകാർക്ക് കുറവാണ് ജീൻസ്. ഒരു 34 തൊട്ടൊക്കെ സൈസ് തുടങ്ങുന്നവർക്ക് ഇഷ്ടം പോലെ ജീൻസ് നല്ല പാൻസ് കിടപ്പുണ്ട്. ഈ റേറ്റാണ് ഇതിനൊക്കെ വരുന്നത്. 49 തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്. 49 to 99 വരെ ഓഫ് റേറ്റ് കിടപ്പുണ്ട്. സാറയിലെ റേറ്റ് അറിയാവുന്നവർക്ക് അതറിയാം. ഓൾമോസ്റ്റ് അങ്ങനത്തെ റേറ്റിലൊന്നും കിട്ടാറില്ല, പക്ഷേ ഇപ്പം നല്ല ഓഫറാണ്. ജെൻസിൻ്റെ സെക്ഷനിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ജെൻസിൻ്റെ സെക്ഷനിലും അത്യാവശ്യം ഓഫറുണ്ട്. പക്ഷേ ജെൻസിൻ്റെ സെക്ഷനിൽ കിടക്കുന്ന ഓഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലേഡീസിൻ്റെതിനേക്കാളും കൂടുതലാണ്. 99 ഒക്കെയാണ് സ്റ്റാർട്ടിങ്. ജെൻസിൻ്റെത് കുഴപ്പമില്ലാത്ത കളക്ഷൻസ് ഉണ്ട്. സമ്മർ വെയേഴ്സും ഉണ്ട്, വിൻ്റർ വെയേഴ്സും കിടപ്പുണ്ട്, ഫോർമൽസിലും കിടപ്പുണ്ട്. ആർക്കെങ്കിലുമൊക്കെ വന്ന് നോക്കണമെങ്കിൽ നോക്കാം. ദേര സിറ്റി സെൻറ്ററിലെ സാറയാണ്, ദുബൈയിലുള്ളവരോടാണ് ഞാനീ പറയുന്നത്. അത്യാവശ്യം ഓഫർ കിടപ്പുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് റെഡ് ടാഗിലേക്കാണ്. ചുമ്മാ കയറിയതാണ്. എന്തെങ്കിലും ഷോപ്പിങ്ങോ കാര്യങ്ങളോ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ചുമ്മാ കയറിയതാണ്. അപ്പം റെഡ് ടാഗിൽ കയറിയപ്പോഴത്തേക്ക് ഒന്നും എനിക്കധികം ഇഷ്ടപ്പെട്ടില്ല. പിന്നെ നേരെ ഞങ്ങൾ ചെരുപ്പടയിലേക്ക് പോയി. സത്യത്തിൽ ഞങ്ങൾ ദേര സിറ്റി സെൻറ്ററിൽ പോയതിൻ്റെ റീസൺ ഒരു ചെരുപ്പ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ അവളോട് പറഞ്ഞാൽ ഒരു ചെരുപ്പ് നോക്കണം, നമുക്ക് പോകണം. കഴിഞ്ഞ വീക്കെൻഡ് ഞങ്ങൾ ഇറങ്ങിയപ്പോഴും സമയം കിട്ടാഞ്ഞുകൊണ്ട് ഞങ്ങൾ നോക്കാണ്ട് ഇഞ്ഞ് പോരുന്നു. അപ്പോൾ ഇന്നൊരു ചെരുപ്പ് നോക്കാമല്ലോ എന്നൊക്കെ കരുതിയിട്ടാണ് പോയത്. പക്ഷേ ചെരുപ്പ് നോക്കാൻ പോയി ഞങ്ങൾ ലാസ്റ്റ് സാറയിൽ ഓഫർ കണ്ട് അവിടെ നിന്ന് 2 ടോപ്പൊക്കെ എടുത്തു കേട്ടോ. അതുകൊണ്ട് ചെരുപ്പ് വാങ്ങിയൊന്നും നടന്നില്ല. ചെരുപ്പ് ജസ്റ്റ് നോക്കിയിട്ട് ഇറങ്ങിയതേ ഉള്ളൂ. ചെരുപ്പ് വാങ്ങിച്ചതുമില്ല. ഇനി നെക്സ്റ്റ് വീക്കെൻഡ് വല്ലതും വാങ്ങിക്കാമല്ലോ എന്ന് കരുതിയിട്ട് ഇങ്ങ് പോരുന്നു. എന്നിട്ട് സമയം ഒത്തിരിയായി. അപ്പോൾ തന്നെ ഒരു 9:30 അടുത്തായി. നാളെ ഡ്യൂട്ടിക്കും പോകാനുള്ള. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞപ്പോൾ നമുക്ക് ഫുഡ് കഴിച്ച് തിരിച്ച് റൂമിൽ പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ നേരെ ഫുഡ് കോർട്ടിൽ പോയി ഒരു ബിരിയാണിയൊക്കെ കഴിച്ച് വീട്ടിലേക്ക് പോവാണ്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ടാറ്റ, ബൈ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.